എയർഫോഴ്സിന്റെ സൂര്യകിരണിന്റെ 9 വിമാനങ്ങൾ ഇത് അനന്തപുരിയുടെ ആകാശത്തുകൂടി മൂളി പറക്കുകയാണ്. 9 വിമാനങ്ങൾ ആ ഒരു ആദ്യത്തെ ഫോർമേഷനിലൂടെ പറന്നുകൊണ്ട് ഈ ആകാശ വിസ്മയ കാഴ്ച വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയെന്ന അനൗൺസ്മെന്റുമായി ആ ചുവന്ന വിമാനങ്ങൾ ശംഖുമുഖം ബീച്ചിൽ നിന്ന് നേരിട്ട് കാണാം. ആ ചക്രവാളത്തിലൂടെ 9 എണ്ണവും എടുത്തു കാണാവുന്ന രീതിയിൽ പറന്നു വരികയാണ്. വിവിധ വ്യത്യസ്തമായ ഫോർമേഷനുകളിലുള്ള അഭ്യാസ പ്രകടനമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനമാണ് സൂര്യകിരൺ അഥവാ സൂര്യകിരണം. സൂര്യനെ തൊട്ട് മഹത്വം കാഴ്ചവെക്കുന്ന സൂര്യനെ തൊട്ട് ഈ നാടിന്റെ അഭിമാനം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനം കാഴ്ചവെക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കാണാൻ പോകുന്നത്, കണ്ടു തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ലോകമെമ്പാടും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളുമായി 600ഓളം ഇത്തരം പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള വിമാനങ്ങളുടെ ഇതൊരു ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ കണ്ടത്. ഇനി കാണാൻ പോകുന്നത് വിവിധ ഫോർമേഷനുകളാണ്. ഇത് ആകാശത്ത് വച്ച് സിൻക്രണസ് സ്വിമ്മിംഗ് പോലെ ഇവർ ഒരുമിച്ച് ഒരേ താളത്തിൽ ഇതാ വീണ്ടും കടന്നു പോവുകയാണ് നമുക്ക് മുന്നിലൂടെ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS ധില്ലോൺ നയിക്കുന്ന സംഘമാണ് സൂര്യകിരണിൽ ഈ അഭ്യാസ പ്രകടനം നമ്മുടെ ആകാശത്ത്, അനന്തപുരിയുടെ ആകാശത്ത് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ഈ കണ്ടത് വെറും ട്രെയിലറാണ്. ഫിൽം അബീബി ബാക്കി ഹെ എന്ന് പറഞ്ഞ പോലെ സിനിമ ത്രില്ലർ ഇനിയും ബാക്കിയാണ്. കൃത്യമായ ഒരു ഫോർമേഷനിൽ വളരെ ജനറലായി ഒരു ഫ്ലൈ പാസ്റ്റ് മാത്രമാണ് നാം ഇപ്പോൾ കണ്ടത്. ഇപ്പോഴും ഇവിടേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയവർ നിരാശരാകേണ്ടി വരില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ സൂചനയാണ് ഇപ്പോൾ ആകാശത്ത് നാം കണ്ടത്. 9 ഹോക്ക് MK-132 വിമാനങ്ങൾ എന്ന് പറയുന്ന മോട്ടോയുമായി, ആ എയർഫോഴ്സിന്റെ മോട്ടോയാണ് ടച്ച് ദി സ്കൈ വിത്ത് ഗ്ലോറി എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഇവിടെ കാണാൻ പോവുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ അംബാസിഡർമാർ എന്നറിയപ്പെടുന്ന സൂര്യകിരൺ. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ലോകമെമ്പാടും ഇത് അടുത്ത കാഴ്ച. ഓൾവേസ് ദി ബെസ്റ്റ് എന്നതാണ് സൂര്യകിരണിന്റെ മോട്ടോ. നേരത്തെ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്നുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോയാണ്. എന്തായാലും ഇപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഇതൊരു സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ അവിസ്മരണീയമായിരിക്കും, ഒരുപക്ഷെ അവിശ്വസനീയമായിരിക്കും. ആകാശത്ത് ഈ വിമാനങ്ങൾ കരണം മറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സിൻക്രണസ് രീതിയിലാണ് അടുത്ത റൗണ്ട്. ഇതാ ഒറ്റയ്ക്കൊരു വിമാനം പോയിരിക്കുകയാണ് സൂര്യകിരണിന്റെ. ഇനി അങ്ങോട്ട് വിവിധ ഫോർമേഷനുകൾ, വിവിധ മനൂവറുകൾ കാണാൻ കഴിയും. പലതരം സാധനം, ക്രോസ് ഓവർ ബ്രേക്ക് കാണാൻ കഴിയും. മറ്റൊരു ഫോർമേഷന്റെ പേരാണ് ബാർബ്ഡ് വയർ ക്രോസ്. മറ്റ് ഫോർമേഷനുകൾ ആകാശത്ത് കാണാൻ കഴിയും. റോൾ ബാക്സ് തിരിഞ്ഞു വരുന്നത് കാണാൻ കഴിയും നമുക്ക്. സിൻക്രണസ് റോൾസ് ഒരുമിച്ച് ഒരേ സമയം തന്നെ ഈ വിമാനങ്ങൾ ആകാശത്ത്, പോർ വിമാനങ്ങൾ ആകാശത്ത് കരണം മറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഓർക്കുക, അതിവിദഗ്ധരായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ പൈലറ്റ്സ് ആണ് ഈ കോക്പിറ്റുകളിൽ ഉള്ളത്. ബ്രിട്ടനിൽ നിർമ്മിച്ച് ഒടുവിൽ ബ്രിട്ടീഷ് എയറോസ്പേസിന്റെ ലൈസൻസോടുകൂടി ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL നിർമ്മിച്ച സൂര്യകിരൺ വിമാനങ്ങളാണ് ഇവിടെ വരുന്നത്. മറ്റൊരു ഫോർമേഷൻ കാണാൻ കഴിയുന്നത് ഇൻവെർട്ടഡ് വിക്ക്. എന്തായാലും തലസ്ഥാന നഗരി അനന്തപുരി ശംഖുമുഖം ബീച്ചിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ജനസാഗരം ഇപ്പോൾ കാണാൻ പോകുന്നത്, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സൂര്യകിരണിന്റെ അവിസ്മരണീയമായ പ്രകടനങ്ങളാണ്. 9 വിമാനങ്ങളും ഒരുമിച്ച് ആകാശത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. ആ കാഴ്ച കാണാം. താഴേക്ക് വരുമോ അവ അടുത്തേക്ക്? അപ്പൊ പോകുന്ന ട്രെയിൽ, ആ പുക പോലും നമുക്ക് കാഴ്ച കാണാൻ കൃത്യമായി. അടുത്ത ഫോർമേഷൻ ഇൻവെർട്ടഡ് വിഗ് ഫോർമേഷൻ ആണ് എന്ന് വേണം കരുതാൻ. അവ ഒരുമിച്ച് നീങ്ങി ഒരു V തിരിച്ചിട്ടാൽ എന്ന പോലെ പറന്നത് വീണ്ടും കടലിന് മുകളിലേക്ക്, ചക്രവാളത്തിലേക്ക് പോയി വട്ടമിട്ട് അതാ വരുന്നു. ചുവന്ന പൊട്ടുകളായി അങ്ങ് ചക്രവാളത്തിൽ
നമുക്ക് കാണാൻ കഴിയും. ചരിഞ്ഞാലും തലകുത്തി മറിഞ്ഞാലും ഒക്കെ അവരാ തുടർന്നു വരുന്ന ആ പാത, ആ ലൈൻ ക്രോസ് ചെയ്യുന്നേ ഇല്ല. ആ സമാന്തരമായി തന്നെ ആ 9 വിമാനങ്ങളും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണല്ലേ. തീർച്ചയായിട്ടും. കാര്യം ഇത് ഈ കോവിഡ് കാരണമുണ്ടായ ഒരു ഇടവേള, ഇതിനു മുമ്പും സൂര്യകിരൺ അടക്കമുള്ള ഈ വിമാനങ്ങൾ കാര്യമായ ഒരു എയർ ഷോ തന്നെ തലസ്ഥാനത്ത് ഏതാനും വർഷം മുമ്പ് ഉണ്ടായിരുന്നു. സുഖോയ് അടക്കമുള്ള വിമാനങ്ങൾ ഇതേ വിമാനത്താവളത്തിൽ ഇതേ ടെക്നിക്കൽ ഏരിയയ്ക്ക് സമീപം വരികയും അവരിലെ മലയാളികൾ അടക്കമുള്ള കരണം മറിയുന്ന കാഴ്ച, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആകാശത്ത് കരണം മറിയുകയാണ് സൂര്യകിരൺ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനമായ സൂര്യകിരൺ ഷോ അതിങ്ങനെ വളരെ മനോഹരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെ, നേരത്തെ പറഞ്ഞ പോലെ ട്രെയിലർ മാത്രമാണ് ആദ്യം കണ്ട, ഒരു ഫ്ലൈ പാസ്റ്റ് മാത്രമാണ് കണ്ടത്. ഇനി നോക്കിയിരിക്കുക ആകാശത്തേക്ക്, ഒരു നിമിഷം പോലും കണ്ണു ചെമ്മാതെ. അടുത്ത ഫോർമേഷൻ ഇതാ വരികയാണ് ആകാശത്ത്. 1, 2, 3, 5, 8 എണ്ണം നേരത്തെ പോയി കരണം പറഞ്ഞു പോയ സൂര്യകിരണിനെ കാണാനില്ല. അത് ഒരു വശത്തേക്ക് പോയിരിക്കുന്നു. മറ്റു വിമാനങ്ങൾ സിൻക്രണസ് ഫ്ലൈയിങ്ങിലാണ് ഇപ്പോഴുള്ളത്. അതിൽ സിൻക്രണസ് റോൾസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ കാണാം. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് കടൽ തീരത്ത് നിറഞ്ഞു കവിഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനം സൂര്യകിരൺ 9 വിമാനങ്ങളുമായി നടത്തുന്ന വ്യോമാഭ്യാസ പ്രകടനം അഥവാ എയറോബാറ്റിക്സിനാണ് പ്രേക്ഷകർ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തുടങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് 1 മണിക്കൂറോളം നീളും ഈ ഡിസ്പ്ലേ എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയട്ടെ, നമുക്കിതൊരു പക്ഷേ വിസ്മയ കാഴ്ച. അതാ അടുത്ത കിരൺ നമ്മുടെ മുഖം. കാഴ്ചയിൽ വ്യക്തമായെങ്കിൽ നെഞ്ചിടിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് മുന്നിലൂടെ പറന്നുയർന്ന വിമാനം മുകളിൽ ചെന്ന് തലകുത്തി കരണം മറിഞ്ഞ് പിന്നെ പറന്ന് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ാണോ ഇത് പറത്തുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും അല്ലെ. അത്രത്തോളം അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ വന്ന് മേലോട്ട് പൊങ്ങി പറക്കുമ്പോൾ. എന്തായാലും ഈ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ഈ കാണികളും സ്വീകരിക്കുന്നത്. തലസ്ഥാനത്തെയും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്ന ആയിരങ്ങൾ. ഇപ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഉറപ്പായിട്ടും ആദ്യത്തെ കാഴ്ചകൾ ഇപ്പോൾ കടന്നു വരുന്നവർക്ക് മിസ്സായി എന്നുള്ളത് വ്യക്തം. എന്നാൽ തിരുവനന്തപുരത്ത് ഒരുവിധം എവിടെ നിന്ന് കഴിഞ്ഞാലും ഇത് കാണാം. പക്ഷേ ഇത്രയും അടുത്ത് എത്തുന്നത് ശംഖുമുഖത്ത് കടൽ തീരത്താണ്. കടലിന്റെ തീരത്ത് മണൽ കാണാൻ കഴിയാത്ത വിധം ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കായി ഒരുക്കിയിരുന്ന കസേരകളൊക്കെ നിറഞ്ഞ് കവിയുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ ആകാശ വിസ്മയം തീർക്കുകയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, വിസ്മയം. നമുക്കിതൊരു ത്രില്ലർ സിനിമ കണ്ട പോലെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഇവർ കാഴ്ചവയ്ക്കുന്നത് നമുക്ക് അഭിമാനം മാത്രമല്ല, തികഞ്ഞ ആത്മവിശ്വാസവും ആര്യ പറഞ്ഞ പോലെ തികഞ്ഞ സുരക്ഷിതത്വ ബോധവും നൽകുന്ന കാഴ്ച ഈ കരങ്ങളിൽ. വ്യോമസേന അത് എത്രത്തോളം കരുത്തുറ്റതാണ് എന്ന് തെളിയിക്കുന്ന പ്രകടനം അടുത്ത കാഴ്ച നടക്കുന്നത്. ഈ മാജിക് ആകാശത്ത് കാണിക്കുന്ന കരങ്ങളിൽ നമ്മുടെ ആകാശവും നമ്മുടെ ഭൂമിയും സുരക്ഷിതമാണ്. ഇതാ 4 വിമാനങ്ങൾ നമുക്ക് മുകളിലേക്ക്. അടുത്ത ഫോർമേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ
സൂര്യകിരൺ നടത്തുന്ന വ്യോമാഭ്യാസ പ്രകടനത്തിനാണ് അനന്തപുരി തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ച് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 9 വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൂര്യകിരൺ ആ സ്ക്വാഡ്രനിൽപ്പെട്ട 9 ഹോക്ക് MK-132 വിമാനങ്ങളാണ് ഇപ്പോൾ ഇതാണ് കരണം പറഞ്ഞ താഴെ സ്പീക്കറുകളിൽ നല്ല അതെ താഴെ മ്യൂസിക്കിന്റെ ബീറ്റ് ഒപ്പം വിവിധ ഫോർമേഷനുകളിൽ മൂളി പറക്കുന്ന സൂര്യകിരന്റെ ഹോക്ക് MK-132 വിമാനങ്ങളുടെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ We will be making the alphabet A. Please look to your right as they make an entrance. ഓൾവേസ് ദി ബെസ്റ്റ് എന്നുള്ള മോട്ടോയുടെ കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർക്കുന്ന കാഴ്ചയാണ് അനന്തപുരിയിൽ മലയാളി പൈലറ്റ് പറത്തുന്ന വിമാനമാണ് നമുക്ക് മുന്നിലൂടെ പറന്നുകൊണ്ടിരിക്കുന്നത്. നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കുന്നു. മലയാളിയായ ഫൈറ്റർ പൈലറ്റ് പറത്തുന്ന വിമാനമാണ് നമുക്ക് മുകളിലൂടെ ഇപ്പോൾ പറന്നു പൊങ്ങിയിരിക്കുന്നത്. After that maneuver, as the temperature in this arena, so please look to your right as coming in our Suryakiran 6, 8 and 9. They will be rolling synchronously to my tune like ballerinas. മൂന്ന് സൂര്യകിരൺ വിമാനങ്ങൾ പറന്നു വന്ന് നമ്മുടെ മുന്നിൽ കാണികൾ ഇരിക്കുന്ന ആ ഒരു പവലിയന് മുന്നിലെത്തിയപ്പോൾ ഒരുമിച്ച് സിൻക്രണസ് റോൾസ് ആണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ നടത്തുന്ന എയറോബാറ്റിക് ഡിസ്പ്ലേ അഥവാ വ്യോമാഭ്യാസ പ്രകടനത്തിനാണ് ശംഖുമുഖത്ത് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശംഖുമുഖം കടൽ തീരം ആകെ ജനനിബിഡമാണ്, ജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ ബീച്ചിൽ നിന്ന് അനന്തപുരിയുടെ ആകാശത്ത് വിരിയുന്നത് വിസ്മയ കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് ഇന്ത്യക്കാർക്ക് അഭിമാനം സൃഷ്ടിക്കുന്ന, ആത്മവിശ്വാസം നൽകുന്ന, സുരക്ഷിതത്വം ബോധം നൽകുന്ന ദൃശ്യങ്ങൾ. ഈ കരങ്ങൾ ആകാശത്ത് ഇങ്ങനെ മൂളി പറക്കുമ്പോൾ ഭൂമിയിൽ നിങ്ങൾ സുരക്ഷിതരാണ്, ഭൂമിയിൽ സമാധാനം ഉറപ്പാണ്. അതാ മറ്റൊരു മാനൂവർ കാണുന്നു. 4 വിമാനങ്ങൾ ആകാശത്ത് കരണം മറിഞ്ഞുകൊണ്ട് ക്രോസ് ചെയ്യുകയാണ്.
മലയാളികൾ അടക്കമുള്ള ഫൈറ്റർ പൈലറ്റ്സ്, 4 വിമാന പൈലറ്റുമാർ, വൈമാനികർ അടങ്ങുന്ന സംഘമാണ് ഈ എയറോബാറ്റിക് ഡിസ്പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് നേരത്തെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS ധിലോൺ നയിക്കുന്ന വൈമാനികരുടെ ഫൈറ്റർ പൈലറ്റ്സിന്റെ സംഘമാണ് തലസ്ഥാന നഗരിക്ക് മുകളിൽ ഈ കടൽ തീരത്ത് അതാ മാനുവർ 1 2 3 4 5 6 7 8 വട്ടം വരെ നമ്മുടെ കാഴ്ചയിൽ കാണാൻ കഴിഞ്ഞു. കുത്തനെ ഉയരുന്നതിനിടയിലുള്ള റോളിംഗ്, വെർട്ടിക്കൽ ക്ലൈംബിനിടയിലുള്ള വിമാനത്തിന്റെ റോള് ഒരു 8 തവണ വരെ എണ്ണാൻ കഴിഞ്ഞു ആകാശത്തേക്ക്. ആ മേഘപാളികൾക്കിടയിലേക്ക് സൂര്യനെ തൊടാനായി സൂര്യകിരണം എന്ന് പേരുള്ള സൂര്യകിരൺ വിമാനം മേഘപാളികൾക്കിടയിലേക്ക് സൂര്യകിരണങ്ങളെ തൊട്ട് മറിയുന്നതിന് മുമ്പ് നമുക്ക് കാത്തിരിക്കാം. ഇതുവരെ കണ്ടത് മാത്രമല്ല, അതാ ഗ്ലോറി എന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ. അത് വലത്തുന്നു. അതാ 4 വിമാനങ്ങൾ പറന്നങ്ങനെ ഉയരുന്നു. ഇനി എന്താണ് കാണിക്കുന്ന? ഒരേ നിരയിലെത്തി പൂർണ്ണമായും കരണം മറിഞ്ഞ് ആകാശത്ത് പറക്കുകയാണ്. പറന്നുയർന്ന നേരത്തെ 1 വിമാനം, 2 വിമാനമെങ്കിൽ 4 വിമാനം ഒരുമിച്ച് കുത്തനെ പറന്നുയർന്ന് കരണം മറിഞ്ഞ് പറക്കൽ തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ and envelop the sky like the rays of the sun. Moving straight ahead as they prepare delivery connect. Pulling up next to the sky are the supermen to elaborate and demonstrate our love and gratitude for the lovely audience today. Keep looking straight ahead as they prepare to make an entrance. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ അംബാസഡർ പറയുന്ന സൂര്യകിരൺ അതാ ആകാശത്ത് നിന്ന് ഇതുവരെ നമ്മൾ കണ്ടില്ല, ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അതാ ഒരു ചക്രം തന്നെ തീർക്കുകയാണ് ആ മുദ്ര കൊണ്ട്. അതാ അടുത്ത വിമാനം, അടുത്ത ഡിസൈൻ ഉയർത്തി വരുകയാണ്. ഓ, ലവ് സൈൻ, ലവ് സൈൻ. ആ ഹാർട്ടിനുള്ളിലൂടെ ലവ് സൈൻ എന്നുള്ള ഡിസൈൻ വരച്ചു കാട്ടി വിമാനത്തിൽ നിന്നുള്ള പുക കൊണ്ട് ആകാശത്ത് ലവ് സൈൻ വരച്ചു കാട്ടിയിരിക്കുകയാണ് ആ സൂര്യകിരന്റെ 3 വിമാനങ്ങൾ. അതെ, ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ പൗരന്മാർക്ക് സ്നേഹം. പക്ഷേ എന്തെങ്കിലും കുരുത്തക്കേട് ആലോചിക്കുന്ന ശത്രുക്കൾക്ക് ഈ പ്രേമവും സ്നേഹവും ആയിരിക്കില്ല വിളമ്പുക.
ആകാശത്തു നിന്ന് വർഷിക്കുന്നത് ആ കുരുത്തക്കേട്, ആ ചിന്തകൾ മുളയിലെ നുള്ളിക്കളയാവുന്ന ബോംബുകളായിരിക്കും ഇതേ സൂര്യകിരണിൽ നിന്ന് വർഷിക്കുക. അടുത്ത ഓർഡർ അതാ. ഈ കാണികൾക്ക് തൊട്ടു മുകളിലൂടെ ഈ സൂര്യകിരൺ നമ്പർ 5 ഇപ്പോൾ പറക്കും എന്നുള്ള സൂചനയാണ് അനൗൺസേഴ്സ് ബോക്സിൽ നിന്ന് വരുന്നത്. അതാ വരുന്നു. മലയാളികൾ അടക്കമുള്ള വൈമാനികരാണ് ശംഖുമുഖം കടൽ തീരത്ത് ഈ ആകാശവിസ്മയ കാഴ്ച ഒരുക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൂര്യകിരൺ വിഭാഗത്തിന്റെ എയറോബാറ്റിക് പ്രകടനമാണ്. ആനന്ദപുരിയുടെ ആകാശത്ത് ശംഖുമുഖം കടൽ തീരത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ആയിരങ്ങളെ കോരിത്തെരിപ്പിച്ചുകൊണ്ട് അവരുടെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 9 സൂര്യകിരൺ വിമാനങ്ങളാണ് എയറോബാറ്റിക് ഡിസ്പ്ലേ അഥവാ വ്യോമാഭ്യാസ പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആയിരക്കണക്കിന് കാണികളാണ് ഇവിടെയുള്ളത്. ഒപ്പം തികഞ്ഞ അഭിമാനത്തോടു കൂടി എയർഫോഴ്സിലെ ഓഫീസേഴ്സും മറ്റ് ജീവനക്കാരും ഈ കടൽ തീരത്തുണ്ട്. ഇതാ വരുന്നു ഒരിക്കൽ കൂടി. ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആയിരങ്ങൾ. അതാ പറഞ്ഞോളാം. അപ്പോൾ ഏറെക്കുറെ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സൂര്യകിരണിന്റെ അഭ്യാസ പ്രകടനം. എങ്ങനെയുണ്ടായിരുന്നു ആര്യ? അയ്യോ, നെഞ്ചിടിപ്പോട് മാത്രമേ നമുക്കിത് കണ്ടിരിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു പോലീസ് ജീപ്പിന് പോകാൻ ഭയങ്കര അത്യാവശ്യമാണ്. ആൾക്കൂട്ടത്തിനിടയിൽ കൂടി ഹോൺ അടിച്ച് വരുന്ന പോലീസ് ജീപ്പാണ്. ഒരു പക്ഷേ ആകാശത്തെ പ്രകടനം കണ്ടുള്ള ആവശ്യത്തിലായിരിക്കും ജീപ്പിന്റെ ഡ്രൈവർ അത് കടന്നു പോയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു കാഴ്ച? നെഞ്ചിടിച്ചു. അതെ, നെഞ്ചിടിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യകരങ്ങൾ തന്നെയാണോ ഇത് പറത്തുന്നത് എന്നുള്ളത് ചിന്തിച്ചു പോയി. കാരണം നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊക്കെ ആകാശത്ത് വിമാനം കുത്തി മറിയുകയാണ്, കരണം മറിയുന്നു. അതും ആ ലൈൻ വിടാതെ തന്നെ ആ ലവ് ചിഹ്നം കാണിച്ചതും ഒക്കെ തന്നെ ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. അത്യപൂർവങ്ങളിൽ അത്യപൂർവമായി മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഷോകളൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇത് പൊതുജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ എയർഫോഴ്സുമായി സഹകരിച്ചുകൊണ്ട് സൂര്യകിരണിന്റെ ഡെമോൺസ്ട്രേഷൻ ഷോ ഇവിടെ സംഘടിപ്പിക്കുകയായിരുന്നു. സൂര്യകിരൺ
ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയുടെ അഭിമാനമെങ്കിൽ സൂര്യകിരൺ ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഭിമാനം എന്നാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ അംബാസിഡർമാരാണ് എന്നാണ് എയർഫോഴ്സ് തന്നെ അവരെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും ആദ്യ റൗണ്ട് പ്രകടനം കഴിഞ്ഞ് ഇനി ഈ ആകാശത്തുനിന്ന് ഇവർ ഒരുമിച്ച് ഇനി ഒന്നൊന്നായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ രാജ്യാന്തര വിമാനത്താവളത്തിലെ ടാമാക്കിലേക്ക് തിരിച്ചെത്തും ലാൻഡ് ചെയ്യാനായി. അതിനുശേഷം ഇതിലെ പ്രധാന വൈമാനികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS ധെല്ലോണും മലയാളിയായ വൈമാനികനും അടക്കമുള്ളവർ മാധ്യമങ്ങളുമായി നമ്മുടെ തന്നെ ടീമുമായി ഉള്ളിലെ ഈ ടെക്നിക്കൽ ഏരിയയിൽ കൂടിക്കാഴ്ച നടത്തും. അവരുടെ അനുഭവങ്ങൾ വിവരിക്കും എന്ന് വേണം പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും തൽക്കാലം എയർഫോഴ്സ് ബാൻഡിന്റെ സംഗീതമാണ് ഇവിടെ ഈ പൊരി വെയിലിൽ കാത്തിരുന്നവരെ. എന്തായാലും ഇത്രയും വെയിൽ കൊണ്ടതുകൊണ്ട് ഒരു നഷ്ടവുമില്ല, പൂർണ്ണ ഫലം ഉണ്ടായി. കാരണം അത്രത്തോളം നമ്മളെ അതിശയിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ്, ഇത്രത്തോളം മികവുറ്റ സൈനികരുടെ കീഴിൽ അവരുടെ സംരക്ഷണയിൽ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി. അതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ കൂടിയവർക്ക് ഒരു പക്ഷേ ഇതൊരു വിസ്മയ കാഴ്ച അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു ത്രില്ലർ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് നാം പലവട്ടം പറയാൻ ശ്രമിച്ചൊരു കാര്യമാണ്. ഇത് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു സുരക്ഷിതത്വ ബോധം. ഇവിടെ വിസ്മയമാണ്, നല്ല കാഴ്ചയാണ്, വർണ്ണക്കാഴ്ചയാണ്, ത്രില്ലറാണ്. ആകാശത്ത് പ്രേമത്തിന്റെ ചിഹ്നവും വരച്ചു കാണിച്ചു, സ്നേഹത്തിന്റെ ചിഹ്നം വരച്ചു കാണിച്ചു. പക്ഷേ ശത്രുക്കൾക്ക് അതല്ല. തുളഞ്ഞു കയറിയ ഒരു ആരോ ഉണ്ടല്ലോ, അതുപോലെ കരുതിയിരിക്കുക, കാത്തിരിക്കുക. എന്തെങ്കിലും നമ്മുടെ അതിർത്തി ലംഘിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെയോ അഖണ്ഡതയോ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ശ്രമമുണ്ടായാൽ, ഒരു കുരുത്തക്കേട് തോന്നിക്കഴിഞ്ഞാൽ എങ്കിൽ അപ്പോൾ ആഞ്ഞടിക്കും. ആകാശത്തു നിന്ന് നിന്നെ വർഷിക്കുന്നത് പ്രേമത്തിന്റെ പുഷ്പതലങ്ങൾ ആവില്ല, സ്നേഹത്തിന്റെ പരിമളവും ആവില്ല അവിടെ പറക്കുന്നത്. പക്ഷേ പറന്നു വീഴാൻ പോകുന്നത് അത്യുഗ്രശേഷിയുള്ള ബോംബുകളായിരിക്കും. അപ്പോൾ ഭൂമിയിൽ നമുക്ക് സമാധാനം നൽകിക്കൊണ്ട് ആകാശത്ത് സൂര്യകിരൺ അടക്കമുള്ള പോർ വിമാനങ്ങൾ പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ത്യൻ വ്യോമസേനയ്ക്കും സൂര്യകിരണിനും അതിന്റെ വൈമാനികർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രഭാത കേരളം ഇന്ന് ഇവിടെ ഒരു തകർപ്പൻ പ്രകടനത്തിനൊടുവിൽ ഇവിടെ സമാപിക്കുകയാണ്. മറ്റു വാർത്തകൾ തുടരും ന്യൂസ് 18-ൽ. എല്ലാവർക്കും ഒരു ശുഭദിനം, നല്ല ഞായറാഴ്ച. നന്ദി, നമസ്കാരം.